എൻ്റെ വായനയിലേക്ക് സ്വാഗതം. മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകളിൽ നിന്നും ഒരു ഭാഗം. അമ്മമ്മ എന്നെ ആദ്യമായി കോവിലകത്ത് കൊണ്ടുപോയ ദിവസം ഞാൻ ഇന്നും നല്ലപോലെ ഓർക്കുന്നു. ജാതി വ്യത്യാസത്തെപ്പറ്റിയുള്ള ആദ്യ പാഠം അന്നാണ് ഞാൻ പഠിച്ചത്. കോവിലകത്തിൻ്റെ പടിവാതിൽക്കൽ 2 കൽപ്രതിമകളെ കണ്ടതായി ഞാൻ ഓർക്കുന്നു. അവർ ദ്വാരപാലകന്മാരാണെന്ന് അമ്മമ്മ എന്നോട് പറഞ്ഞു. കൽക്കത്തയിൽ പാർക്ക് സ്ട്രീറ്റിൽ എൻ്റെ അച്ഛനമ്മമാർ താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഗേറ്റിൽ കാണാറുള്ള പാറാവുകാരനെ ഞാൻ സ്നേഹത്തോടെ ഓർത്തു. ജീവനുള്ള ദ്വാരപാലകൻ. എന്നെ കയറ്റുകട്ടിലിൽ തന്നോടൊപ്പം ഇരുത്തി എൻ്റെ ടീച്ചറെപ്പറ്റിയും ആയയെപ്പറ്റിയും ചോദ്യങ്ങൾ ചോദിക്കാറുള്ള പ്രിയമിത്രം. കോവിലകത്തിൻ്റെ പൂമുഖത്ത് തിണ്ണമേൽ ചാരിക്കിടന്നുകൊണ്ടും നിലത്ത് ഉലാത്തിക്കൊണ്ടും അനവധി അർദ്ധനഗ്നരായ പുരുഷന്മാർ എൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഷർട്ടിടാത്ത അവരെല്ലാം നെറ്റിയിൽ മാത്രമല്ല നെഞ്ഞത്തും ചന്ദനം തേച്ചിരുന്നു. പൂഴിയിൽ താമ്പൂലരസം ചിതറിക്കിടന്നിരുന്നു. അമ്മമ്മ ഉമ്മറപ്പടികളെ തീരെ അവഗണിച്ച് എന്നെയും മുറുക്കി പിടിച്ചുകൊണ്ട് വടക്കേ കൊലായിലേക്ക് നടന്നു. അകത്തെ ഇരുളിൽ കുളത്തിൽ അരയന്നങ്ങൾ പോലെ മൃദുലമായ ഒരു തിളക്കത്തോടെ ചില സുന്ദരികൾ പ്രത്യക്ഷപ്പെട്ടു. ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ വിശറിയുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടയുടനെ വിശറികളുടെ ചലനം നിലച്ചു. അവർ വാതിൽക്കലേക്ക് ധൃതിപ്പെട്ട് നടന്നു വന്നു. കൊച്ചുവോ, ഇതാരാ ഈ കുട്ടി? ഇത് ബാലയുടെ കുട്ടിയാ, കമല. വേനലിൻ്റെ ഒഴിവിന് വന്നതാ. മിഥുനം 12-ാം തീയതി കൽക്കത്തയ്ക്ക് മടങ്ങും. ഇരിക്കൂ കൊച്ചു. കമല ഇരിക്കൂ. നരിയുടെ ചിത്രമുള്ള ഒരു പുൽപ്പായ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ നിലത്ത് വിരിച്ചു തന്നു. അവരാരും ഞങ്ങളുടെ പായിലിരുന്നില്ല. അവർ കട്ടിലിലും തിണ്ണമേലും വെറും നിലത്തും ഇരുന്നു കൊണ്ട് ഞങ്ങളെ നോക്കി പുഞ്ചിരി തൂവുകയും വിശറി ചലിപ്പിക്കുകയും ചെയ്തു. അവരുടെ വെള്ള വസ്ത്രങ്ങളും വിശറികളും കാരണം അവർ വെള്ളപ്പറവകളാണെന്ന് എനിക്ക് തോന്നിപ്പോയി. സ്വർഗത്തിൽ പറക്കുന്ന പക്ഷികൾ. അവർക്ക് ഓരോരുത്തർക്കും നീണ്ടു ചുരുണ്ട മുടിയും തിളങ്ങുന്ന കണ്ണുകളും ചുവന്ന ചുണ്ടുകളും ഉണ്ടായിരുന്നു. അവർ അഠികകളും കൂട്ടുകടകങ്ങളും മറ്റും അണിഞ്ഞിരുന്നു. അവർ എന്നെ നോക്കിക്കൊണ്ട് പിന്നെയും പിന്നെയും പുഞ്ചിരി തൂകി. ബാലയുടെ നിറമില്ല അല്ലേ? എന്നാ മാധവൻ നായരുടെ കറുപ്പുമില്ല. നല്ല മുടി. കൊച്ചു, ഈ കുട്ടിയുടെ തലയിൽ എന്തെണ്ണയാ തേക്കുന്നത്? വെന്ത വെളിച്ചെണ്ണ. ഞാൻ എല്ലാ കൊല്ലം ഉണ്ടാക്കി കൽക്കത്തയ്ക്ക് കൊടുത്തയക്കും. അല്ലാതെ അവിടെ അതൊന്നും ഉണ്ടാക്കാൻ സൗകര്യമല്ല. ഇങ്ങനെ ഒരു അമ്മമ്മയെ കെട്ടിയത് കുട്ടിയുടെ ഭാഗ്യം. ഭാഗ്യവതി തന്നെയാണ്, സംശയമില്ല. അമ്മ തമ്പുരാൻ ഉറങ്ങുകയാണോ? ഇല്ല, അമ്മ ഇപ്പോൾ വരും. അമ്മ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ത്രീ ജാക്കറ്റ് ധരിച്ചിരുന്നില്ല. അവർ ഒരു ചെറിയ മുണ്ടുകൊണ്ട് തൻ്റെ മാർവിടം മൂടിയിരുന്നു. അവർ തടിച്ചു വെളുത്ത് അല്പാൽപ്പം നരച്ച മുടിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ എന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അമ്മമ്മയോട് ചോദിച്ചു, ഇത് ബാലയുടെ കുട്ടിയല്ലേ? അതെ. കമലെന്നല്ലേ പേര്? കമല എന്ന് വിളിക്കും. കുട്ടി സംസാരിക്കട്ടെ. ഞാൻ ചോദിക്കണേനൊക്കെ കൊച്ചു സമാധാനം പറയണത് എന്തിനാ? കുട്ടിക്ക് മലയാളം പറയാൻ അറിഞ്ഞൂടെ? ഓ, കുട്ടി മലയാളം പറയും. അവർ വീട്ടിൽ മലയാളം തന്നെയാണ് സംസാരിക്കുക. കൽക്കത്തയിൽ മറ്റു ഭാഷകളാവും സാധാരണ കേൾക്കുക അല്ലേ? ഇംഗ്ലീഷും ബംഗാളിയും മറ്റും. അതെ. കുട്ടി സ്കൂളിൽ പോകണുണ്ടോ? ഉവ്. ഏത് സ്കൂളിലാണ് പോണത്? സെൻറ്റ് സിസീലിയസ് യൂറോപ്യൻ സ്കൂൾ. അതെന്തിനാ മാധവൻ നായർ ഈ കുട്ടിയെ യൂറോപ്യൻ സ്കൂളിൽ അയക്കണേ? അതൊക്കെ മാധവൻ നായരുടെ ഇഷ്ടം. കുട്ടിക്ക് ഇന്നാട്ടിൽ താമസിച്ചാൽ പോരെ? ഇളനീരും കുടിക്കാം, പഴുത്ത മാങ്ങയും തിന്നാം, നമ്പടി മാഷ കയ്യിൽ നിന്ന് മലയാളവും പഠിക്കാം. കൊച്ചൂനൊരു കൂട്ടായി. എന്താ കമലം, ഇനി കൽക്കത്തയ്ക്ക് പോണ്ടാന്ന് വെച്ചൂടെ? ആ നിമിഷത്തിൽ എനിക്ക് അമ്മ തമ്പുരാൻ്റെ ബുദ്ധിശക്തിയെപ്പറ്റി അളവറ്റ മതിപ്പ് തോന്നി. എനിക്ക് അച്ഛന് ഭയമായിരുന്നു. അത്ര കണ്ട് ഭയം അമ്മയുടെ അമ്മാവൻ എന്നിൽ ഉളവാക്കിയിരുന്നില്ല. അച്ഛന് തൻ്റെ മക്കളെപ്പറ്റി വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരുവാൻ എനിക്കൊരിക്കലും സാധിച്ചിരുന്നില്ല. അച്ഛൻ്റെ സാമീപ്യത്തിൽ ഞാനൊരു അപകർഷതാബോധം കൊണ്ട് നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. അമ്മാവൻ്റെ കണ്ണിൽ ഞാൻ മിടുമിടുക്കിയായിരുന്നു താനും. കോവിലകത്ത് നിന്ന് ഒറ്റയപ്പവും തിന്നു മടങ്ങുമ്പോൾ അമ്മമ്മ പറഞ്ഞു, അവരെ ആരെയും തൊടുവാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്ന്. അവരുടെ ജാതിയും ഞങ്ങളുടെ ജാതിയും വ്യത്യസ്തങ്ങളായിരുന്നുവെന്നും അമ്മമ്മ പറഞ്ഞു. ഞാൻ ആ അമ്മത്തമ്പുരാനെ തൊട്ടാൽ എന്തു പറ്റും? തൊട്ടാൽ അമ്മത്തമ്പുരാനും മുങ്ങി കുളിക്കേണ്ടി വരും. നമ്മൾ നായന്മാരല്ലേ? നായന്മാർ തൊട്ടാൽ അവർ അശുദ്ധാവില്ലേ? അമ്മമ്മ ജാതി വ്യത്യാസങ്ങളെപ്പറ്റി വിശദീകരിച്ചു തന്നു. ആദ്യം നമ്പൂതിരിമാർ, പിന്നെ തമ്പുരാക്കന്മാർ, അവരിൽ കീഴിൽ നായന്മാർ,
തീയർ, വേട്ടുവർ, പുലയർ, പറയർ, നായാടികൾ. പാവം നായാടിക്ക് പാടത്തിൻ്റെ മറുവശത്ത് നിന്ന് നാലപ്പാട്ട വല്യമ്പ്രാട്ടിയേയ് എന്ന് വിളിച്ചു പോവാൻ മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. വലിയ മരങ്ങളുടെ ഉയർന്ന ചില്ലകളിൽ അദൃശ്യരായി ഇരുന്നു കൊണ്ട് കരയാറുള്ള പക്ഷികളെപ്പോലെയായിരുന്നു നായാടികൾ. അവരെ കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അവർക്ക് മുറത്തിൽ അരി കൊണ്ടുപോയി കൊടുക്കാറുള്ള തീയത്തികൾ എന്നെ ഒരിക്കലും കൂടെ കൊണ്ടുപോയില്ല. ചെറിയ തമ്പ്രാട്ടിയാർ നായാടിയെ കണ്ട പേടിച്ച് നിലവിളിക്കൂ. നായാടിയെ കണ്ട കുത്തിച്ചുടിയാരെ പോലെ ഇരിക്കൂ. നമ്മുടെ കുത്തിച്ചുടിയാനെ കണ്ടിട്ടില്ലേ? പാമ്പിൻകാവിൽ കാഞ്ഞിരത്തമ്മ ഇരുന്നിട്ട് കൂ ആ എന്ന് നിലവിളിക്കണ പക്ഷി, അതിനെപ്പോലെയാ നായാടി. ചെറിയ തമ്പ്രാട്ടിയാരെ ഈ ജന്മം അടിയൻ നായാടിയെ കാണാൻ കൊണ്ടുപോവില്ല. അടിയൻ കൊണ്ടുപോയി നായാടിയെ കാട്ടിത്തരുണ്ടാവില്ല. ഒരു ദിവസം പൊടിയരിക്കഞ്ഞി കുടിക്കുന്നതിനിടയിൽ പപ്പടം വിളമ്പാൻ അമ്മമ്മ തുനിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അടിയന് പപ്പടം വേണ്ട. അമ്മമ്മ പൊട്ടിച്ചിരിച്ചു. കമല എന്തിനാ അടിയെന്ന് പറയണത്? ഞാനെന്ന് പറഞ്ഞാൽ പോരെ? വള്ളി പറയാറില്ലേ അടിയെന്ന്? വള്ളി തീയത്തിയല്ലേ, കമല തീയത്തി അല്ലല്ലോ. ഞാനെന്താ ജാതി? കമലയുടെ ജാതി എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി ആര് പറഞ്ഞാലും മനസ്സിലാവില്ല. അമ്മമ്മ പറഞ്ഞതിൻ്റെ സത്യം ഇന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത്.